ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇന്ന് വളരെ ശോകമുഖമായിട്ടുള്ളൊരു ദിവസമാണ് ഗൈസ്. നമ്മൾ ആ കണ്ണന് ഒട്ടും വയ്യ, നല്ല പനിയായിരുന്നു. പിന്നെ അമ്മയാണെങ്കിൽ ഇന്ന് രാവിലെ ഇല്ല, അമ്മയും അപ്പൂസനും ഇല്ല. അവർ കുഞ്ഞലമ്മയുടെ വീട്ടിലുള്ളത്. ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഞാൻ തലേദിവസത്തെ വീഡിയോ ആണല്ലോ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ ഇന്നലത്തെയാണ്. അപ്പോൾ ജിംബുവിന് എക്സാം തുടങ്ങുകയാണ്. ഇന്നലെ മൺഡേ മാത്സ് ആയിരുന്നു കേട്ടോ എക്സാം. പിന്നെ ഇന്നില്ല, നെക്സ്റ്റ് ഒന്നരാടം കേട്ടോ അവർക്ക് എക്സാമൊക്കെ ഉള്ളത്. അപ്പോൾ അപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ശോകമുഖം തോന്നുന്നുണ്ട്. പിന്നെ കണ്ണനും വയ്യ. അപ്പോൾ കണ്ണനെ ഷീബേച്ചെടുത്താണ് നോക്കാൻ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ ആളൊരു ശല്യം ഇല്ലാത്തതാണ് കേട്ടോ. പക്ഷെ ഇന്ന് എൻ്റെ മേലിൽ നിന്ന് പോകുന്നേ ഇല്ല, ഒട്ടും വയ്യാഞ്ഞിട്ടാണ് ആൾക്കാർ. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ശല്യമില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ആൾ ആക്ച്വലി നല്ലൊരു അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് അത് ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴേക്ക് കണ്ണൻ എണീറ്റു. കണ്ണൻ കരഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിനിച്ചേട്ടന് ക്യാമറ കൊടുത്ത് വിനിച്ചേട്ടനോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. എന്ത് പറ്റിയെന്നറിയില്ല, ആളൊന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം കേട്ടോ. ഓക്കെ. Mitä? Va. Sua. ഒരു 8:30 ആയപ്പോൾ ഏകദേശം കണ്ണൻ ഉറങ്ങി കേട്ടോ. എണീറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഉറങ്ങിയുടെ കാര്യം ഞാൻ ആദ്യം പറയാം. ഉറങ്ങിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം നേരെ കഴിക്കണ്ടായില്ല, അതുകൊണ്ട് ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ അവന് പാല് കൊടുത്ത് ഞാനൊരു 10 വരെ കിടന്നു കേട്ടോ. ഞാൻ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അയ്യോ, മക്കൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവർ ഭക്ഷണം കഴിക്കൽ ഫസ്റ്റ് നിർത്തൂലേ. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഇങ്ങനെ പാൽ കൊടുത്തിട്ട് നമ്മൾ കിടക്കണമല്ലോ. അങ്ങനെ 10:30 ആയി. അവൾ എണീറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ ബ്രഷ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പല്ല് തേക്കലും അതുപോലെ ഫുഡ് കഴിക്കലും ഒക്കെ 10-11 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ തലേ ദിവസം നമുക്ക് അമ്മ കുഞ്ഞിലമ്മയോട് നിന്ന് പത്തിരി തന്നുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ പത്തിരി പിന്നെ മുട്ടക്കറി മാത്രമാണ് ഷിബേച്ചി ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ അതൊക്കെയായിരുന്നു ഇന്നലത്തെ ഭക്ഷണം. ഞാൻ പിന്നെ ഇന്നലെ കുറച്ച് കാപ്പി എടുത്തു, കാരണം ഷുഗർ കട്ടൊക്കെയാണ്. പക്ഷേ സംടൈംസ് നമുക്ക് ഇത് 11 മണിയൊക്കെ ആയില്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ തൊണ്ട് നിങ്ങളുടെ കൈസ് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് കാപ്പിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണൂന് ഒട്ടും വയ്യ ഗൈസ്. ഷീബേച്ചൊക്കെ പോയി. നമ്മൾ അടുക്കളയൊക്കെ ഫുള്ള് മണ്ണ് പൊളിച്ചിട്ടില്ലടോ കണ്ണോ. അച്ചോടാ എൻ്റെ പൊന്നോട്ട് ക്ഷീണമല്ലോ. കണ്ണു ഭൗമികമായിട്ടോ ഇങ്ങനെ പാമ്പേഴ്സൊക്കെ എടുത്തിട്ടു കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശൂശിയൊക്കെ ഒഴിക്കുമ്പോൾ കഴുകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, തണുപ്പാവില്ലേ. അപ്പോൾ ഞാൻ പാമ്പേഴ്സൊക്കെ ഇട്ട് കൊടുത്തു. കണ്ണു
ജിംബ് ചേച്ചി വന്നേ. ജിംബ് ചേച്ചി കണ്ണൻ ബേബിക്ക് നല്ല പനിയാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പു വന്നിട്ടില്ല. അപ്പു വൈകുന്നേരല്ലേ വല്ലോ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നോ? സത്യം നൈസായിരുന്നോ? ബാക്കിയൊക്കെ എഴുതി. സൂപ്പറായിരുന്നു. ബാഗ് പിടിക്കാൻ അപ്പൊ ഹബ്ബൻ ക്ഷീണിച്ചു. പക്ഷെ ബാഗ് അത്ര വെയിറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ, വാട്ടർ ബോട്ടിലും. എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ എന്ത് തോന്നി? എന്നിട്ട് അത് ശരിയായിരുന്നു. ടീച്ചർ പറയാറുന്നില്ലേ? എന്താണ് എന്താണ് ഇങ്ങനൊക്കെ കാര്യം എന്തൊന്നും ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ പറയോ? നോക്കട്ടെ. ഏത് സബ്ജക്റ്റിന് ഞങ്ങള് ഇവിടെ ആണെങ്കിൽ ഫ്രൂട്ട്സ് ഒന്നുമില്ല കേട്ടോ. ഇന്ന് അപ്പൂനെ കൊണ്ട് പോകുമ്പോൾ ഇന്ന് വാങ്ങിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ഇന്ന് പപ്പ സ്കൂളിൽ പോയില്ല, അതൊന്നും എത്തിയിട്ടില്ല. അമ്മയും അപ്പൊക്കെ അവിടെയാ. അപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും കണ്ണാണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല. കഞ്ഞി പോലെ ഇച്ചിരി ഒക്കെ കുടിക്കുന്നുള്ളൂ. അത് കഞ്ഞി കഞ്ഞി 1-2 പ്രാവശ്യം കൊടുത്തു. അപ്പോൾ ജിംബുവിനെ ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി ചെമ്മാപ്പള്ളിക്ക് വിടുകയാണ്. ക്യാഷ് ഞാൻ GPay ചെയ്യാം. എൻ്റെ കയ്യിൽ ഉണ്ട് അവരുടെ നൂപുര. ഓക്കെ, എഴുത്. ആപ്പിൾ ഒരു 5 ആപ്പിൾ നോക്കിയെടുക്കണം കേട്ടോ. തൊലിയൊക്കെ കേടുള്ളത്, ചതഞ്ഞത്, അതൊക്കെ നോക്കിയെടുക്കണം. ഉദ്ദേശിച്ചത് തൊലി കേട് വന്നത്, ചതഞ്ഞത് എടുക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, 5 എണ്ണം. വെരി എക്സൈറ്റഡ്. പിന്നെ ഇപ്പം എന്താ വാങ്ങിക്കാൻ ഇഷ്ടമുള്ളത്? മുസമ്പി വാങ്ങിച്ചു. മുസമ്പി കാണാനും നല്ലതാണ്. അതവരോട് പറഞ്ഞാൽ മതി. അതൊരു 5 എണ്ണം വാങ്ങിച്ചോ. MUSAMBI മുസമ്പി. പിന്നെ അത് 5 എണ്ണം എടുത്താൽ മതി. പിന്നെന്തായിരുന്നു? പിന്നെ അത് 2 മതി. മുസമ്പിയും ഇതും. നീ ഓക്കെ അല്ലേ? പോവോ? കവർ വേണ്ടേ? അവിടുന്ന് കവർ വാങ്ങിക്കരുത്. നമ്മളെ കവർ എടുത്തുകൊണ്ട് പോകും. അവിടെ ഉണ്ട് ക്ലോത്ത് കവർ. എവിടെയെന്ന് അറിയാം, നമ്മൾ അപ്പുറത്ത് ഗ്രില്ലിൻ്റെ അവിടെ അപ്പുറത്ത് അടിയിൽ വെക്കില്ല, ഓവൻ്റെ അടിയിൽ. എക്സൈറ്റഡ്? കവർ പിടിച്ച് കഴിഞ്ഞാൽ കുഞ്ഞി കവർ എടുക്കണം. ആ കവറാകുമ്പോൾ കുഴപ്പമില്ല. ക്യാഷ് എത്രയാണെന്ന് ചോദിച്ചിട്ട് വായോ, അമ്മ GPay ചെയ്യും. ബേബിക്ക് ഒട്ടും വയ്യാതിരിക്കുകയാണ്, വീട്ടിൽ ആരും ഇല്ല. ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയും കേട്ടോ. അയ്യോ, കണ്ണും പോവല്ലടാ. കണ്ണും പോവല്ലേ? കണ്ണും പോവരുത്. ചേച്ചിക്ക് ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടുത്ത് ചേച്ചിക്ക്. ഇത് ജിംബു ടാറ്റ വാങ്ങിക്കേ. ജിംബു പോവല്ലേ? റോഡ് സൈഡ് കീപ്പ് ചെയ്ത് പോണേ. ജിംബു സൈഡ് കീപ്പ് ചെയ്ത് പോണം. നോക്കണേ. കണ്ണാ നമുക്കൊന്ന് പോയി വരാം. ചേച്ചി പോയി. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഒരു ചേട്ടൻ വീട്ടിലേക്ക് കൊണ്ടാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക്
ഓക്കെ, നിങ്ങൾ ഫ്രൂട്ട്സ് കിട്ടിയില്ല അപ്പം ചേട്ടൻ വണ്ടിയില് എന്നാ ഇത് കൂടി ഇങ്ങനെ ചേട്ടൻ പോയിട്ട് വണ്ടിയില് ഇപ്പൊ കാണുന്നു കൊണ്ടാക്കണം. ബ്ലാക്ക് വണ്ടിയാണ് കൊണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടാണ്. അത് അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് കള്ളന്മാര പറയാൻ പറ്റില്ല. അടക്കും. ബാക്ക് സീറ്റിലൊക്കെ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ ആരും അറിയാത്ത ആൾക്കാരുടെ ആരുടെ കൂടെയും പോകാൻ പാടില്ല. ഓക്കെ, എന്നാലും താങ്ക് യുടാ. നമുക്ക് അത്യാവശ്യമായപ്പോൾ ജിമ്പ് പോവാന്ന് പറഞ്ഞില്ലേ. ഗുഡ് ഗേൾ, കം ലെറ്റ്സ് ഗോ. ഉള്ളിൽ കയറി നല്ല വെയിലാണ് കാണുന്ന. എല്ലാവരും ഏന്നൊക്കെയാ ജിമ്പിന് പ്രൗഡ് ഫീലിംഗ് ആയിട്ടായി. ഞങ്ങളെ ജിമ്പ ചേച്ചി വീണ്ടും പോയിട്ടുണ്ട്. അപ്പുറത്തൊരു ബിനി ചേച്ചി ഉണ്ട്. അപ്പോ ആളുടെ കൂടെ വീണ്ടും വിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ണന് കൊണ്ടുപോയില്ലേ ചേച്ചി വരുന്നു. ജിമ്പുവാ ചേച്ചാ വിളിച്ചു കണ്ട ചേച്ചാ ചേച്ചാ ചേച്ചാ. ഫ്രണ്ട്സ് ഒരു സുഖമില്ല, കാണാൻ വയ്യായിട്ട് അങ്ങോട്ടും കൂടെ തിരിയാൻ പോലും പറ്റുന്നില്ല കണ്ണു. പക്ഷെ അവൻ വണ്ടിയിലിരിക്കണ ആയിക്കോട്ടെ, ഞാൻ കാണിച്ചു. പതിയെ പതിയെ അടുത്തേക്ക് പോയോ പരിപാടി ഗൈസ്. കണ്ടോ, കൈ പിടിച്ച് ഇങ്ങനെ നടക്കും. കണ്ണു കണ്ണു ഓക്കേ. കണ്ണ നോക്ക്, കണ്ണ കണ്ണ എവിടേക്കപ്പൊ കൊണ്ടുപോണേ? എവിടേക്കാ? എവിടേക്കോ കൊണ്ടുവന്ന് കഴിച്ചു. ഉണ്ടാക്കി നോക്കി കണ്ണ ഉണ്ടാക്കി 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 ഉണ്ടാക്കി. ഫ്രൂട്ട്സ് നല്ല തന്നെയാണോ? ഇപ്പൊ വന്നതാണോ നിങ്ങൾ? നീ പോയി കഴിഞ്ഞതിന് ശേഷം വന്നതാണത്? മറ്റേ ഓപ്പോസിറ്റ് ബേക്കറിക്ക് പോയേ? അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു. അത് അടുക്കും. ചേച്ചി ചേച്ചി ഉച്ചയ്ക്കായപ്പോഴേക്ക് വിൻചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിൻചേട്ടൻ ഇന്നലെ രാവിലെ പോയതാണ് ഓഫീസിലേക്ക്. ഓഫീസിലെ പണികളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഫിനിഷിങ് പോയിന്റിൽ എത്തുന്നതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ രാവിലെ പോയിട്ട് ഇതേ ഉച്ചയായപ്പോഴാണ് ആളെത്തിയത്. അപ്പോൾ ആൾക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്.
കണ്ണനാണെങ്കിൽ താഴെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ഇങ്ങനെ ഒരു ദിവസമേ ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം പനി ഉണ്ടായ സമയത്ത് അമ്മ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മാറിയില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അവൻ എൻ്റെ മേലൊന്നും ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ജിമ്പും കൂടി ഉള്ളതുകൊണ്ട് ആൾക്ക് എടുത്തു കൊടുക്കണം. പിന്നെ വിൻചേട്ടനാണെങ്കിൽ അത്രയും ടയർഡ്. അപ്പോൾ വിൻചേട്ടന് ഫുഡ് ആദ്യം വാരി കൊടുത്തു. അത് കഴിഞ്ഞപ്പം ജിമ്പു കഴിക്കണം, ജിമ്മുവിന് വാരി കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ആൾക്ക് വാരി കൊടുത്തില്ല, ജസ്റ്റ് സ്കിപ്പ് അടിച്ചു. ജിമ്പു എനിക്ക് നേരില്ല, കണ്ണൻ കരയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഇപ്പോഴും വാരി കൊടുക്കുന്നതാണ് ആളുടെ ഫേവറേറ്റ് കേട്ടോ. പിന്നെ എൻ്റെ വിശപ്പ് സഹിക്കാൻ പറ്റിയില്ല. 2 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ദേ ക്ലോക്കിൽ 2:15 അപ്പോഴാണ് പിന്നെ ഞാനും ഇരുന്ന് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കണ്ണനെ നോക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. എന്നിട്ട് പിന്നെ അങ്ങനെ വേഗം കഴിച്ചത് കേട്ടോ. ബോറടിച്ചു. എന്നെയും കൊണ്ടുപോവോ അപ്പോ? എവിടെ ബ്രോ വെറുതെ കറിവേപ്പില എന്ന് പറഞ്ഞു. അല്ല ചക്രനമ്മയുടെ ബേബിനോട് ഞാൻ എൻ്റെ അമ്മയുടെ പോലെ കണ്ണട വെക്കാന്നൊക്കെ. ഇങ്ങനെയാണ് അമ്മ വെക്കുക. ചുണ്ടൊക്കെ ഇങ്ങനെ ചക്കരയുടെ മോളുടെ ചുണ്ട് കൂടിയാണ് അങ്ങനെ. എന്ത് പറയണു കുഞ്ഞുമണി? സങ്കടായ നീ പോന്നപ്പോ? എന്നാലും എനിക്ക് ഉമ്മ എന്താന്നില്ലല്ലോ. പനിക്കുട്ട പനിക്കുട്ട അപ്പോ നീ പിന്നെ പാൻ്റൊക്കെ ഇട്ടേ? അമ്മ ജനലടക്കമ്മ. നീ ആയിരിക്കും ഗേറ്റ് തള്ളണത്. അപ്പില്ലായിരുന്നെങ്കിൽ അത് ക്ഷീണിച്ചേനേട്ടാ. അപ്പൊ ഞങ്ങള് പൂരൊക്കെ കഴിഞ്ഞ് പൂരപ്പറമ്പ് കണ്ടിട്ട് നേരെ കണ്ണനെ ഞങ്ങള് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഡോക്ടറെ പറഞ്ഞു, ഡോക്ടർ 7 മണിയാകുമ്പോഴേക്ക് എത്തും. അപ്പോഴേക്ക് തിരിച്ച് വരണം. അപ്പൊ ലെറ്റ്സ് ഗോ ടു പൂരപ്പറമ്പ്. ജിമ്പുന്റെ ചെരുപ്പ്, ഞാൻ ജിമ്പുന്റെ ചെരുപ്പ് മാറിയിട്ടുണ്ടോ നോക്കി പോയതെന്ന് വെച്ചാ. അപ്പൊ നോക്കിയപ്പോ എന്റെ ചെരുപ്പ് ഓടി ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ കണ്ണന് ഷർട്ട് എടുത്തില്ലേ? ലീവ് എടുത്തു പോയാ? അംഗനവാടിയിലേക്കല്ല, അമ്പലത്തിലേക്ക്. പടിഞ്ഞാറേല ചേച്ചി, അയ്യോ പടിഞ്ഞാറേല ചേച്ചിക്ക് എന്താ ഇഷ്ടം? അദ്രിജൊന്നും വരില്ല, പിന്നെ എന്തിനാ അപ്പൊ പോണേ? ആരും വന്നിട്ടുണ്ടാവില്ല ഒരു സ്കൂളില്ല. പരീക്ഷ ആയ കാരണം ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഒറ്റ ആളുണ്ടാവില്ല പഠിത്തണി. അമ്പലത്തിന്റെ അവിടേക്ക് പോവാം. അത് സെറ്റ്. 500 രൂപ ഉള്ള കാര്യം കഴിയണം. കണ്ണനൊരു ബോളും 100 രൂപ. ആ സെറ്റ്. ജമ്പോ
ഇതാണല്ലേ അമ്മ പറഞ്ഞത്. ഈ ഭാഗത്താണ് കേട്ടോ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ ഭാഗത്ത് അവരിവിടെ കണ്ണന് നമുക്ക് ബോള് വാങ്ങിക്കണം, കണ്ണന് ബാറ്റും ബോളും വാങ്ങിക്കണം, പിന്നെ ഒരു വേറെ ബോളും. അച്ചോ പനിയായിട്ടൊരു മുഖം ഇരിക്കണൊക്കെ അവരിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത്. കണ്ണന് ബാറ്റും ബോളും കണ്ടു കേട്ടോ. 100 രൂപ ബാറ്റ്, 150 രൂപ ബോള്. ബാഗ് മാറാതിരിക്കുക. അതാക്കി അമ്മ സ്പൈഡർമാനോട് നോക്കിക്കോട്ടമ്മ. കലങ്ങളൊക്കെ അവിടെ കിടക്കണ്ടോ? അത് ചോദിച്ചെടുക്കും. മറ്റേ ചില്ലിൻ്റെ ഗൈസ്. ഇനി ഒരു ഫേവറേറ്റ് ആയിട്ട് എൻ്റെ സ്ഥലമാണ് കേട്ടോ, കാണിച്ചേ. ഇതെൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ ഗൈസ്. ചട്ടികൾ അത് നല്ലത്. പോവാം നമുക്ക്. വാങ്ങിക്കണം. ജിംബു ഏതാ വാങ്ങിച്ചേ? അതെ അമ്മ ബാലൻസ്. അപ്പൊ ഏതാ? കോലുമിഠായി. അയ്യോ എന്താ അയ്യോ ഞാൻ കുളിച്ചിട്ട് അവൻ്റെ കപ്പാസിറ്റി ഇപ്പം കഴിയും. ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഇന്നത്തെ ചപ്പാത്തി ഇന്നലത്തെ ബീഫ് കറി ഗൈസ്. അപ്പോൾ ബൈ, ഞാൻ കുടിക്കാൻ പോട്ടെ. അപ്പോൾ ബൈ മക്കളെ, ടാറ്റാ ടാറ്റാ. കുടിക്കാൻ അമ്മ കൊണ്ടുവന്നില്ലേ? കളിപ്പിക്കാൻ കളിക്കും. Finish.
ലാസ്റ്റ് അല്ല കുറച്ച് ഞാനും ചോദിക്കും. അയ്യോ അമ്മക്ക് തീർത്തില്ലേ? അമ്മക്ക് ഇട്ടാ കൊടുക്ക്. ഇതിമ്പോ എന്ത് അപ്പോൾ വെക്കലാ നീ അവിടെ അടനരച്ച് മണ്ടത്തിയ അതെ ചോദിച്ചോണ്ടോന്ന് അപ്പോലില്ലേ കുറച്ചുകൊണ്ട് പേര് വെച്ചത് അപ്പോൾ എന്താണ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജീവനുണ്ടെങ്കിൽ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ആക്ച്വലി ഉറക്കം വീഡിയോ ഒക്കെ ആയിട്ട് അടിപൊളി ദിവസങ്ങളാണ്. കണ്ണൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ 17-ാം തീയതിയാണ്. വീട്ടിൽ കുറേ പടികളുണ്ട് ഗൈസ്. എല്ലാം കൂടെ എന്തൊക്കെയാവുമെന്ന് എനിക്കറിയില്ല. നാളെയും ജീവനുണ്ടെന്നുണ്ടെങ്കിൽ നാളെ 11 മണിയൊക്കെ ആകുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.